എന്നിട്ട് പുള്ളി നേരെ ചെന്ന് ഫർഗോശന്റെ കാലിൽ തൊട്ട് തൊഴുതു. ഫർഗോശൻ പറഞ്ഞ നീ കൊള്ളാലടാ ഇറക്കാം, എന്നാ നീ നേരെ ആ ലോറി കയറി ഹോൺ അടി നോക്കട്ടെ എന്ന് പറഞ്ഞു. ഹോണും അടിച്ച് ഗിയറും മാറി. ടാലന്റ് ഗിയറിൽ കിടന്ന വണ്ടിയെ ന്യൂട്രലിട്ടു. വണ്ടി ഒരു മുട്ട ഇറക്കത്തിലാണ് നിന്നത്. അവിടെ നിന്ന് വണ്ടി ഊരുണ്ട് നേരെ പോയി താഴത്തെ 2 വീടും തകർത്ത് ലോറി ആറ്റിപ്പോയി വീട്. എന്നിട്ട് മാമൻ പുള്ളി ജയന്റെ ഫാനായിട്ട് അതിന് ജമ്പ് ചെയ്ത് രക്ഷപ്പെട്ടു. അല്ല ഫർഗോശൻ അത് ചെയ്തു. ഫർഗോശൻ അന്ന് അകത്തായതാണ്. 8 വർഷം കഴിഞ്ഞാണ് ഇറങ്ങിയത്. എവിടെ? ജയിലില്. അന്വേഷിച്ചാണോടാ. അതിനുമുമ്പ് എന്റെ അപ്പൂപ്പ ഇല്ലേ, എന്റെ ആശാന്റെ അച്ഛൻ, അവിടത്തെ എല്ലാം വിറ്റ് പറക്കി അവിടെ നീങ്ങി വന്ന് ഇവിടെ താമസിച്ചു. അപ്പൊ ഈ മാമ വർക്ക്ഷോപ്പ് എപ്പോ തുടങ്ങി? പുള്ളി ഒറ്റ കാലിൽ നിന്ന് വർഷം അപ്പൊ മറ്റേ കാലിന് അണ്ണാ ചുമ്മാ ഞാൻ കഥ പറയണോ? അല്ല നീ കഥ പറ. എന്നിട്ട് അങ്ങനെ വർഷം തുടങ്ങിയോ. ഇന്നൊരു ഗുണമുണ്ടായി. ഒരു സൈക്കിളും ഇല്ലാത്ത വീടായിരുന്നു. അതിന്റെ മുറ്റത്ത് നിറയെ കാറുകളും 2-3 ജീപ്പും. മാമൻ കാശ് കുറെ ഉണ്ടാക്കി മാമൻ. അവിടെ നിന്ന് വിറ്റ് പറയ്ക്കുന്ന ബാബന്റെ അപ്പൂപ്പന്റെ കയ്യിരുന്ന പൈസ അതും തീർന്നു. അണ്ണാ ഇതൊക്കെ പണിക്ക് വന്ന വണ്ടികളാണ്. ഇതൊക്കെ പണിത് കുളമാക്കി ഇങ്ങനെ പണിയാൻ അറിഞ്ഞൂടാ. ആൾക്കാരൊക്കെ വന്നിട്ട് പൈസ പതിന്ന് വണ്ടി അവിടെ ഇട്ടിട്ട് പോയി. കൊള്ളാമോ നിന്റെ ആശാന്റെ കഥ? കേട്ട് പഠിക്കും. ഇതാണ് അവൻ ബ്ലോഗ് എടുക്കാൻ പോയത്. അതല്ലേ ഞാൻ പറഞ്ഞ സിനിമയ്ക്കുള്ള കഥയുണ്ടോ? ശരിയാണ്. ഇതെന്തായാലും അടിപൊളി, നല്ലൊരു കണ്ടന്റ്. ഹലോ ഹലോ, ഇത് ഉണ്ണി ഗ്യാരേജിൽ നിന്നാ. ഒരു വണ്ടി എടുത്തോണ്ട് പോയില്ലേ? അതൊന്ന് ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരൂ, ഒന്ന് തൊട്ടു നോക്കാൻ. അത്രത്തോളം ഞാൻ വണ്ടിയെ സ്നേഹിച്ചു. ഒന്ന് പ്ലീസ് ഒന്ന് കൊണ്ടുവരുമല്ലോ അല്ലേ? കൊണ്ടുവരണം. സന്തോഷം. ഞാൻ അവിടെ തന്നെ ഇരിക്കാം. ഒന്ന് തൊട്ടു നോക്കാം, വേറെ ഒന്നിനുമില്ല. ശരി, ഇങ്ങോട്ട് വരണം. വരട്ടെ, അങ്ങോട്ട് പോവാം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. പിന്നെ സംഭവം വിപുലമായിരുന്നില്ലേ കാര്യം? സംഭവം ബഹുലൊന്നല്ലേ അന്നാ സംഭവം. അതാണ്ട് പറഞ്ഞു സൂപ്പർ മെക്കാനിക്. അണ്ണാ എന്റെ അച്ഛനാണ് പറഞ്ഞത്. ഇത്ര സംഭവം സ്കിൽ മനുഷ്യനാണ്. ആണോ? ഇന്ന് വണ്ടി കാട്ടുകൊണ്ട് പോയില്ലേ? അപ്പൊ ഇങ്ങോട്ട് വരണം. ഇതിന് എന്താ അവൻ വിളിച്ചു പറഞ്ഞു എന്റെ അടുത്ത്. അച്ഛൻ അങ്ങോട്ട് വിളിച്ചാ? ഇല്ല, അവൻ എന്നെ അങ്ങോട്ട് വിളിച്ചെന്ന്. അതെന്താ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. അതിന്റെ ആവശ്യം എന്തോ അവിടെ നിങ്ങളൊരു വണ്ടി എന്റെ കാശിങ് തിരിച്ചെന്നേക്ക്. കാര്യം തന്നാ ഇത് ഒരു ഊള വണ്ടി. എന്ത് വണ്ടി ഇത്? ഊള വണ്ടി? പിന്നെ എന്റെ അച്ഛൻ കണ്ണിലെ കൃഷ്ണമണിയോലെ വെച്ചിരുന്ന വണ്ടിയാണ് നിനക്ക് ഞാൻ ചീള് വിലക്ക് തന്നത്, അറിയാമോ? ഈ വിറ്റ സാധനങ്ങൾ തിരിച്ചെടുക്കില്ലെന്നൊരു ബോർഡ് വെച്ച് നീ കൊള്ളായിരുന്നല്ലേ. നമുക്ക് വണ്ടി വേണമെങ്കിൽ നമ്മളെടുത്തോളാം. പക്ഷെ എന്റെ പണിയും മറ്റുള്ള കാര്യം കുറ്റമൊന്നും പറയില്ല. കൂടുതൽ വാചകം അടിക്കില്ല. പ്രായം വലിച്ച് കീറുകളയെ. നീ ഇത്ര കിടന്ന് വാചം അടിക്കണം. എന്താണ് നിന്റെ പ്രശ്നം? എന്താണ്? എന്റെ പൊന്ന് ചേച്ചി ഒന്നും പറയണ്ട. ഞാൻ പമ്പിൽ പോയി പെട്രോൾ അടിക്കാൻ വണ്ടി നിർത്തി. പെട്രോൾ അടിച്ച് വണ്ടി ഞാൻ ഫസ്റ്റ് ഇടുന്ന് എന്നാ പോണ് ബാക്കിലോട്ട്. അപ്പോഴും ഞാൻ അടുത്ത് എന്നാ പോട്ട് സെക്കൻഡ് അങ്ങോട്ട്. എന്നാലും ബാക്കിലോട്ട് തന്നെ പോന്നെ. ഇനി ഞാൻ എന്ത് ചെയ്യാനാ? ഉടനെ ഉള്ള ബ്ലോക്ക് എല്ലാം ഞാൻ അവിടെ കിടന്നുണ്ടാക്കി. പോരാത്തേന് ഇതൊന്നും പോട്ടെ, പോലീസിന്റെ ഒടുക്കലത്തെ ചീത്തവിളി. ഞാൻ ഇനി എന്ത് ചെയ്യണം നിങ്ങൾ പറ. അങ്ങനെ വരാൻ വഴിയില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതുവരെ എങ്ങനെ വന്നപ്പം? ഫസ്റ്റ് ഗിയർ ഇട്ടപ്പോഴും സെക്കൻഡ് ഗിയർ ഇട്ടപ്പോഴും വണ്ടി റിവേഴ്സ് ആണല്ലോ പോയെ. അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് റിവേഴ്സ് ഗിയർ ഇട്ട് നോക്കി. അപ്പൊ താണ്ടാ പോണ് ഫ്രണ്ടിലോട്ട്. അങ്ങനെ കഷ്ടപ്പെട്ട ഇതുവരെ വന്നത്. എനിക്ക് വന്നത് എനിക്ക് എന്റെ ദൈവം തമ്പുരാൻ മാത്രം ഇതുവരെ എത്തിയ പാട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലേ? മര്യാദയ്ക്ക് എന്റെ കാശ് തന്നു കഴിഞ്ഞാ ഞാൻ അങ്ങ് പോയിക്കൊള്ളായിരുന്നു. കാശ് ഇപ്പൊ പറഞ്ഞാൽ അതിപ്പോ ഒരു 1000 രൂപ കുറവുണ്ട്. ഞാൻ ബിരിയാണി കഴിച്ചു.
നന്നായി മതിയോ അത്? ആണെങ്കിൽ ഉള്ള എനിക്ക് ഉള്ളത് താണോ ഒരു 2000 രൂപ കുറച്ചുകൂടെ. അണ്ണാ അല്ല 1000 രൂപ GST. അപ്പൊ കൂടെ 1000 രൂപ കുറച്ചുകൂടെ കൂടെ. പിടി ഉള്ള വണ്ടി എവിടാ പോ. എങ്ങനെയെങ്കിലും 10 പൈസ ഉണ്ടാക്കുമ്പോ തന്ത വണ്ടി പണിത് വെച്ച് ഇവിടെ എന്റെ പേരിൽ കുറ്റം പറഞ്ഞോണം കേട്ടാ. എന്താണ് മാമ പണിഞ്ഞു വെച്ചേക്കണതില്? എനിക്ക് അവൻ ഓട്ടത്തെ ശരിയായി കാണൂല കേറിട്ട്. ഞാൻ ഒരു ഐഡിയ പറയട്ടാ. ഞാൻ ആ ഫ്രണ്ടിലുള്ള സ്റ്റിയറിംഗ് എടുത്ത് ബാക്കിൽ വെച്ച് കൊടുത്താണ്. അപ്പം ബാക്കിൽ പോയാലും റോഡ് നോക്കി നമുക്ക് വണ്ടി ഓടിക്കാല്ലേ. അത് ശരിയാണ്. എന്നാലും എന്റെ മാമാ ഇത് പണിഞ്ഞ് ഈ പരുവാക്കിയല്ലോ. അവനെ സമ്മതിച്ചേർന്ന് കേട്ടോ. ആക്കെ പോട്ട് നിങ്ങൾ ബിരിയാണി ഇപ്പൊ വാങ്ങിച്ചു കഴിച്ചു, നമുക്കൊന്നും ഒന്നുമില്ലല്ലോ. ഞാൻ ബിരിയാണി വാങ്ങിച്ചില്ലല്ലേ. പിന്നെ എങ്ങനെയെങ്കിലും ഒരു 1000 രൂപ അടിച്ചെടുക്കാന്ന് വിചാരിച്ചു. ഇന്നല്ലെങ്കിൽ നാളെങ്കിലും വാങ്ങിക്കല്ലേ. നീ പാടി മാമ വണ്ടി ഒന്ന് നോക്കട്ടെ എങ്ങനെയാണ് എന്റെ ഇവന്മാര് ഗിയറ്. ഫസ്റ്റും സെക്കൻഡും ഇട്ടാ പുറകോട്ട്, റിവേഴ്സ് ഇട്ടാ മുമ്പോട്ട്. അത് അവന് ഗിയറിടാറുകൂടാത്ത. അല്ല എന്നാലും എന്റെ മാമാ എന്തോ അവൻ നോക്കുന്നത്? ഏയ് ഏ? ആ സാധനമാണല്ലേ. ഇവനെ എന്തു മാത്രം അന്വേഷിച്ചെന്നറിയാം. ആ വണ്ടി കൊണ്ട് പോയില്ലേ, സാധനവും പോയില്ലേ. ആ. അല്ല മാമാ ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഒരു കുതിപ്പായിരിക്കുന്നില്ലേ മാമൻ പറഞ്ഞത്? അത് പുറകോട്ടുള്ള കുതിപ്പായിരുന്നോ? അല്ല പുലി ആ ബാക്കിലോട്ട് പകങ്ങുന്നതിനാണ്, മുമ്പോട്ട് കുതിക്കാൻ. വണ്ടി മുമ്പോട്ട് പോയാലെന്ത് പുറകോട്ട് പോയാലെന്ത്, എഞ്ചിനുള്ളൊരു കാറിന്റെ ഡിക്കിയിലും കുപ്പി തന്നെ ആശാന കൗതുകം.